ഞങ്ങളെ അപമാനിച്ചതിന്റെ ആഘോഷത്തിന് ഇറങ്ങിയതായിരിക്കും രണ്ടും കൂടെ. എന്താടി ചൂലേ, നിനക്കൊന്നും പറയാനില്ലേ? വിളിച്ചു കൂവടി നീ പുല്ലിന്റെതാണെന്ന്. ഞാനൊന്ന് കേക്കട്ടെ. ഇറങ്ങടി ഇങ്ങോട്ട്. പറയടി വിനു, പറയാൻ. വിനു വേണ്ട, കേക്കട്ടെ ഞാൻ. അവളെ തൊട്ടുള്ള കളി വേണ്ട ഇവിടെ. ഓ, നിനക്ക് തൊടാനും തൊട്ടുകൂട്ടാനും ഉള്ളതാണല്ലോ ഈ ഒരുമ്പെട്ടോളൂ. വിനു, അവളെ വിട്ടേക്ക്, എന്നോടായിക്കോ. നിന്നോടെങ്കിൽ ഒരേ ചോരയാണ്, ഏട്ടാനുചന്മാരാണെന്നൊക്കെ കരുതി ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോ സമ്മതിക്കില്ല നീയക്കല്ലേ. ഇപ്പോഴും പറയാ, നിർത്താം, ഇവിടെ വെച്ച് നിർത്താം. ഇറങ്ങി വേണ. മോക്കൊരുത്തനെ ഒരുക്കി കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അകത്ത്, അവനിങ്ങോട്ട് ഇറക്കി വിട്. എന്റെ അനിയന്റെ ദേഹത്ത് അവൻ കൈ വെച്ചിട്ടുണ്ടെങ്കിലേ ആ കൈ ഞാൻ ഇങ്ങോട്ട് എടുക്കും. ഇറക്കി വിടറോ അവനെ. വിടണോ? ഞങ്ങൾ ഇവിടെ ഒരുത്തിനെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. അവൻ ഇവിടെ ഇല്ല. അവന്റെ വീടല്ല ഇത്. എന്റെ അടുത്ത് നീ വലിയ തല്ലുകാരനാണല്ലേ? എന്നാ എന്നെ ഒന്ന് തല്ലടാ. എന്നെ തല്ല, എന്നെ തല്ലടാ. എനിക്കൊന്ന് കൊള്ളാൻ. എന്നെ തല്ല്. തല്ലടാ. തല്ലണ്ടേ? തല്ലടാ. എന്നെ തല്ലടാ. എന്നെ തല്ല. തല്ലടാ നീ. എന്നെ തല്ലടാ. തല്ലടാ നീ. തല്ലുകാരൻ. ഇവളെ തൊട്ടാ നിന്റെ കൈ പോകും. ഡൽഹിന്ന് കുറ്റിയും പറിച്ച് പോകുന്നത് പുതിയടത്തുകാരെ നാറ്റിക്കാനാണെങ്കിൽ ആണും പെണ്ണും കെട്ട തന്തയുടെയും പെണ്ണല്ലാത്ത തള്ളയുടെയും മുമ്പിലിട്ട് ചാവിട്ട് നിന്റെ അടിനാവി ഞാൻ കലക്കും. ഓരും പെട്ട നായിന്റെ മോളെ. ഏട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് ഏടാന്ന് വിളിപ്പിച്ചില്ലേ? ഏട്ടനാണ്, നിന്റെ ഏട്ടനാണ്. കൈ പൊങ്ങരുത്, നിന്റെ പാടില്ല മോനെ. തിരിച്ചു തല്ലാത്തവനെ കൈക്കടപ്പത്തി ഇരുന്ന് വരെ തല്ലുന്നത് ആണത്തല്ല വിജയ. അത് ചോദിക്കാൻ നീ ആരാടാ? ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൻ ആരെങ്കിലും വേണ്ടേ? ഇവന് തടി തല്ലുകൊള്ളാനും കൈ കടം വാങ്ങാനും മനസ്സ് സങ്കടപ്പെടാനും മാത്രമുള്ളതാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ നിസ്സാരനായ ഞാനെങ്കിലും എത്തണ്ടേ? തല്ലിക്കോ. ഇവനെയും എന്നെയും കണ്ണു കണ്ട് എല്ലാരും തല്ലിക്കോ. പറ്റെങ്കിൽ കൊന്നോ, നല്ല രസല്ലേ? കൈക്കരുത്തും കാശിന്റെ അഹങ്കാരവും ഒക്കെ പാവപ്പെട്ടവരുടെ മുമ്പിൽ കളിച്ചു രസിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം കളികളല്ലേ? നീ ചെലക്കുന്നത് കേട്ടിട്ട് പോകുന്നതല്ല ഞാൻ.
ഇനിയും കളിച്ച നീ പറഞ്ഞല്ലോ കൊല്ലാൻ, കൊല്ലും ഞാൻ, ചെയ്തിരിക്കും ഞാൻ. നാട് നാടെന്ന് പറഞ്ഞ നാട്ടിലേക്ക് എഴുന്നള്ളിച്ചപ്പോ വിചാരിച്ചില്ല ഇത്രയും വലിയ നാശക്കുഴിയിലേക്കാണെന്ന്. അവളുടെ ഒരു കുട്ടേട്ടനും കുടുംബം കണ്ടുപോയി ഒരെണ്ണത്തിന് ഇവിടെ മിണ്ടി പോകരുത്. പോടി, ഒന്നുകിൽ അകത്തേക്ക് അല്ലെങ്കിൽ തെണ്ടികളുടെ കൂടെ പുറത്തേക്ക് വിട്. ആരാടോ തന്റെ പെങ്ങള്? ഇറങ്ങി പൊയ്ക്കോണം എല്ലാരും ഇവിടുന്ന്. ഭൂമി ഈ ഒരു മതിൽക്കെട്ടിൽ തീരുന്നില്ല, പിന്നെയും കിടക്കുക ബാക്കി. നിങ്ങൾ പറഞ്ഞ തെണ്ടിക്കൂട്ടങ്ങൾക്ക് നടക്കാനും കിടക്കാനും ഒക്കെ. കിടക്കാനൊരിടവില്ലാതെ ആരും തീർന്നിട്ടില്ല, കിടന്നിട്ടുണ്ട്. എല്ലാ തെണ്ടികളും നീണ്ടു നിവർന്ന് കിടന്നിട്ടുണ്ട്. ഒടുവില് വാ. 14 കൊല്ലക്കാലം വനവാസം, 1 കൊല്ലത്തെ അജ്ഞാതവാസം. അജ്ഞാതവാസക്കാലത്ത് പിടിക്കപ്പെട്ടാൽ വീണ്ടും വനവാസം. അത് നിങ്ങളുടെ വിധി, തലയിലെഴുത്ത്. ദുര്യോധനൻ എന്ന ഞാൻ ശത്രുതയെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചും നന്നായി പഠിച്ചവനാണ്. ശത്രു ഉന്മൂലനം ചെയ്യപ്പെടണം. എന്തുകൊണ്ടെന്നാൽ അല്പമെങ്കിലും അവശേഷിക്കുന്ന ശത്രു വീണ്ടും ഒരിക്കൽ ശക്തി പ്രാപിക്കും, ഇല്ലെങ്കിൽ അവന്റെ പരമ്പര. ഇന്നലെ നമുക്കറിയില്ലല്ലോ ഇന്ന് നമ്മൾ എവിടെയെന്ന്. ഈശ്വര നിശ്ചയങ്ങളല്ലേ. മാനക്കേട് അതെന്നോ തുടങ്ങിയത് എനിക്ക്. ഞാനല്ലേ, ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയിലൊന്ന് കരുതി കരയേണ്ടിടത്തൊക്കെ ചിരിച്ചു നോക്കി. പക്ഷേ ഇത് ഇത്രയിടം വരെ. ആരെയാ ഞാൻ കുറ്റം പറയുക? എവിടെയും പകരക്കാരനവന എന്റെ തലയിലെഴുത്ത്. എനിക്കതായിരുന്നില്ല. അല്ല, ഇപ്പോഴും പകരം ആരുമില്ലാത്ത ഒരാൾ എന്റെ മനസ്സിലും ജീവിതത്തിലും. സുധയ്ക്ക് പകരം വേറെ ആരുമില്ല, ഉണ്ടാവുകയില്ല. ഞാനുണ്ട് കൂടെ. എന്നും ഞാനുണ്ട്. ഞാൻ സ്നേഹിച്ചവർ എന്നെ അറിഞ്ഞില്ല, എന്നെ സ്നേഹിച്ചവരെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയുന്നുണ്ട്. ഇനിയെങ്കിലും എന്നെ അറിഞ്ഞാൽ മതി. ശ്രീധരേട്ടൻ പുറത്തെവിടെയാ പോയതാ? കുട്ടേട്ടൻ അവര് രണ്ടുപേരും കൂടിയാ പോയത്. സുധയുടെ വീട്ടുകാരിവിടെ ഉണ്ട്. വേണ്ട, അവരുടെ ഒന്ന് മുഖത്ത് നോക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ല. എനിക്കൊരു വീട് സംഘടിപ്പിച്ചു തരാൻ ശ്രീധരേട്ടനോട് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ വരാം. പവിത്ര, നിങ്ങളും കുട്ടേട്ടനും നല്ല കൂട്ടുകാരല്ലേ? ഞാൻ വീട് വിട്ട് ഇറങ്ങി നിന്ന് പറയണം. എനിക്ക് കുട്ടേട്ടനെ ഒരുപാട് ഇഷ്ടാന്നും കൂടെ ജീവിക്കാൻ ഞാൻ കാത്തിരിക്കാന്നൊന്നും പറയണം. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു ആ പാവത്തിനെന്ന് അന്ന് ഞാൻ അറിയാതെ പോയി. ഇന്നിനി എന്റെ ഇഷ്ടം ഞാൻ പറയാതെ പോയാ പക്ഷെ ആ മുഖത്ത് നോക്കി ഇനി അത് പറയാൻ എന്തോ എന്നെ സഹായിക്കണം, എന്നെ സ്വീകരിക്കാൻ പറയണം. ഞാൻ പറയാം സുധയോട്. സുധയ്ക്ക് നല്ലത് അത് തന്നെയല്ലേ. ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷയാവുമല്ലോ. രക്ഷപ്പെടുത്താൻ ഡോക്ടർക്ക് പറ്റുമല്ലോ. ഞാൻ പറയാം. സതയുടെ കുട്ടേട്ടന്റെ മാത്രമാണെന്ന് ഞാൻ പറയാം. കുട്ടേട്ടൻ സതയുടേത് മാത്രമാണെന്ന്
ഉറപ്പിക്കുകയും ചെയ്തോളൂ. എന്താ 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 സാർ? എന്താണോ നാടക സംബന്ധ പേരിൽ വേശ്യാലയം നടത്തുക? ഒക്കെ എടുത്ത് വണ്ടിയുടെ സാർ ദൈവദോഷം പറയരുത്. ഇതാരോ കരുതി കൂട്ടി ഞങ്ങൾ അപമാനിക്കാൻ. നിങ്ങൾ പോ, കുറച്ചുപേരെ ഇങ്ങോട്ട് പോ. സാർ സാർ പ്ലീസ്, ഞങ്ങൾ മാനം മര്യാദയായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവരാ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് സാർ. ഞാൻ പറയുന്നു. അവരെ ഉപദ്രവിക്കരുത് സാർ. ഈ കാണിക്കുന്ന മഹാഭാവോ കർത്താവ് പൊറുക്കുകയല്ല. ഓകൃത കാണിക്കരുത്. ഞാൻ പറയുന്ന കേക്ക് സാർ. സാർ പ്ലീസ്, ഇന്നവരെ ഒരു ചീത്ത പേര് കേൾപ്പിച്ചിട്ടില്ലാത്ത അമ്മ പെങ്ങന്മാരാണ് സാർ. സാർ അവരൊന്നും ചെയ്തത് സാർ. സാർ പ്ലീസ്, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ സാർ. ഇതിനപ്പുറം ഒരു നാണക്കേട് അവനോ കുടുംബത്തിനോ ഇനി അനുഭവിക്കാൻ ഇടവരരുത്. ആ ഒരുമ്പെട്ട ലേഡി ഡോക്ടർ നായന്റെ മോളെന്നല്ല ഒരു പെണ്ണും ഇനി അവന്റെ കൂടെയോ ആ കുടുംബത്തിലേക്കോ കയറരുത്. സഹോദരിമാരെ വിറ്റ് ഞാനൊന്ന് നിന്നേക്കെ തല്ലിക്കൊല്ലണം. പറയരുത് സാർ, ദൈവത്തെ ഓർത്ത് പറയരുത്. തല്ലിക്കൊള്ളൂ, തല്ലിക്കൊന്നോളൂ. എന്നെയും എന്റെ പെങ്ങന്മാരെയും കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പെങ്ങന്മാര് ശീലാവതികള്. നിനക്കാണോ ഇവൾക്കാണോ കൂടുതൽ മാർക്കറ്റ്? നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോ. മോളിലാണോ താഴത്താണോ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ദൈവമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരൂലല്ലോ. തോറ്റവനെ തോൽപ്പിക്കാൻ, അത് ആഘോഷിക്കാൻ എല്ലാവരും ഉണ്ടാവും. തോൽക്കാതിരിക്കാൻ നമുക്ക് നമ്മളെ ഉണ്ടാവും. യാതൊന്നും സംഭവിച്ചില്ലടോ. ചതി അവർക്ക് എന്ത് കൊടുക്കണമെന്ന് ദൈവത്തിന് അറിയാലോ. നിങ്ങൾ പറഞ്ഞ ദൈവത്തോട് ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്കൊരു സങ്കടവുമില്ല. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ.